ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് നിന്നൊരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള തണ്ണിമത്തന് കുരുവൊക്കെ കളഞ്ഞിട്ട് 2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് കട്ട പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ഈത്തപ്പഴം നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞതാണിത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇത്രയാണ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതുപോലെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്കസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. കസ്കസ് നമുക്ക് അവസാനമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ തണ്ണിമത്തന് എടുക്കുമ്പോൾ നല്ല കളറുള്ള തണ്ണിമത്തന് തന്നെ എടുക്കാൻ നോക്കുക. എന്നാലായിരിക്കും ഈ ഒരു ഡ്രിങ്കിന് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 ഗ്ലാസ്സിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കസ്കസ് ഈ ഒരു ഡ്രിങ്കിൻ്റെ മുകളിലായിട്ട് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ഡ്രിങ്ക്. മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.